മഹാദേവൻ പോലും പേടിച്ചോടിയ ശനി. നമ്മൾ കഥകളിലെല്ലാം കേട്ടിട്ടുള്ളത് ശനി അത്രത്തോളം ഭയപ്പെടുത്തിയിട്ടാണ്. യഥാർത്ഥത്തിൽ ശനി അത്രത്തോളം ഭയപ്പെടേണ്ട ഒരാളാണ്. രാഹുലെ, ഒരു ഗ്രഹങ്ങളെയും ഭയപ്പെടണ്ട. പക്ഷേ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയറാണ്, ഒരു ഡിസിപ്ലിൻഡ് പ്ലാനറ്റാണ്. അപ്പോൾ ഡിസിപ്ലിൻ ലൈഫില്ലാതെ നടക്കുന്നവർക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ശനിയുടെ ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഒരു പട്ടാള ചിട്ടയോടെ ആളുകളെ വളർത്തുക. അതെ 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 അതായത് ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വൃത്തിയില്ലാതെ നടക്കും, ചപ്പലൊന്നും കഴിയില്ല, പഴയ പാൻസും പഴയ ഡ്രസ്സൊക്കെ ആയിരിക്കും ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയത് എപ്പോഴും മേടിക്കാൻ കഴിയില്ല, പക്ഷെ ഉള്ളതിനെ നീറ്റായിട്ട് ഇട്ട് മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ്. എവിടെ വൃത്തിയില്ല അവിടെ ശരിക്കും പിടിക്കും. പിന്നെ എവിടെ ഡിസിപ്ലിൻ ഇല്ല, ലേസി സ്വഭാവമാണ്, രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആകുന്നു, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത, ഒരു പഞ്ച്വാലിറ്റി ഇല്ലാതെ പോകുകയാണെങ്കിൽ ശനി പിടിക്കും, ഉറപ്പാണത്. അത് പലരുടെയും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ശനികളുണ്ട് രാവിലെ. 7.5 ശനി, ജന്മശനി, കണ്ടകശനി, ഇങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതിൽ 7.5 ശനി വരുമ്പോഴാണ് എല്ലാവരും ഓടുന്നത്. എനിക്ക് 7.5 ശനി, കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറയും. അതോടെ നിൽക്കട്ടെ. 7.5 ശനി വെച്ചാൽ ആദ്യത്തെ 2.5 വർഷം നമ്മളെ വലുതായിട്ടൊന്നും ബാധിക്കില്ല. രണ്ടാമത്തെ 2.5 വർഷം പൂർണ്ണമായിട്ടും തകർത്ത് കളയും. അപ്പോൾ ചോദിക്കും, ഇത്രയും ദൂരെ, എത്രയോ കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ശനി എങ്ങനെ എന്നെ മാത്രം ബാധിക്കും എന്നുള്ളത്. പക്ഷേ ശനി എന്ന് പറയുന്ന വലിയൊരു ഇൻഫ്ലുവൻസ് പ്ലാനറ്റാണ്. രണ്ടാമത്തെ 2.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ പോവും, ലൈഫ് ഫുള്ളും വല്ലാത്തൊരവസ്ഥയിൽ പോവും, സാമ്പത്തിക നഷ്ടം, മാനഹാനി, ഇങ്ങനെ പല സംഭവങ്ങൾ. ഇന്ന് വളർന്നിരിക്കുന്ന ഒരാളുടെ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വർഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ജാതകമായിട്ട് നോക്കുക, ഉറപ്പായിട്ട് ശനിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം തകർന്ന് മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഈവൻ സൂയിസൈഡ് ചിന്താഗതി വരും. ഇതെല്ലാം പോയിട്ട് അത് കഴിഞ്ഞ് 2.5 വർഷമുണ്ട്. അപ്പോൾ ശനി എല്ലാം തരും. അതായത് മേജറായിട്ടുള്ള ഇവൻറ്റ്സ് ലൈഫിൽ നടക്കുന്നത്. എന്താണ് മേജറായിട്ടുള്ള ഇവൻറ്റ്സ്? ഒന്ന് കല്യാണം, വീട്, ഇതെല്ലാം നടക്കുന്നത് ലാസ്റ്റ് 2.5 വർഷം സമയങ്ങളിൽ എല്ലാം തന്നിട്ട് പോകും. അതായത് ആദ്യം നമ്മളെ ഒന്ന് പരീക്ഷിക്കും, രണ്ടാമത്തെ 2.5 വർഷം പൂർണ്ണമായിട്ടും നശിപ്പിക്കും. വീട് വരെയും വിട്ട് നമ്മൾ ദൂരയാത്രയൊക്കെ പോവും, നമ്മളിവിടുന്ന് ട്രാവൽ പോവും, വീടുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല. ചില ആൾക്കാർ ഈ കടൽ കടന്നു പോകുന്നവർക്ക് പല സംഭവങ്ങളെയും മറിയുമെന്നാണ് ജ്യോതിഷന്മാർ പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് സയൻറ്റിഫിക് സംഭവങ്ങളുണ്ട്. പക്ഷെ ലാസ്റ്റ് വർഷം കഴിഞ്ഞാൽ ശനി എല്ലാം കൊടുക്കും. ശനിയെ നമ്മൾ പൂർണ്ണമായിട്ടും ഡിസിപ്ലിനോടുകൂടി, പഞ്ച്വാലിറ്റിയോടുകൂടി, നന്നായിട്ട് എന്താ ഒരു ഭയഭക്തിയോടുകൂടി ചെയ്തു പോവുകയാണെങ്കിൽ ശനി നമ്മളെ സംരക്ഷിക്കും. ജീവിതം എന്താണെന്ന് ശനിയാണ് പഠിപ്പിക്കുന്നത്. ഒരു പട്ടാളക്കാരനെ പോലെ നിന്ന് അച്ചടക്കം പഠിപ്പിക്കും. ജീവിതത്തെ നമ്മൾ അത്രത്തോളം താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഉയർത്തി കൊണ്ടുവരും. പക്ഷേ ഇത്രത്തോളം ദൂരെ നിൽക്കുന്നൊരു ശനിയാണ്. ഇപ്പോഴും ആളുകളെ ഭയപ്പെടുത്തുന്നത് ഈ ജ്യോതിഷന്മാർ തന്നെ അല്ലേ? അതെന്തുകൊണ്ടാണ്? അതിനകത്ത് നമുക്ക് എല്ലാ ഇൻഡസ്ട്രിക്കകത്തും കമേഴ്ഷ്യലുണ്ട് അല്ലേ? ഇപ്പോൾ ജ്യോതിഷന്മാരും ഇത്രയും വർഷം ജ്യോതിഷം പഠിച്ചിട്ട് ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിനാണല്ലോ ഒരുക്കുന്നത്, ആർക്കും ഫ്രീ ആയിട്ട് അല്ലല്ലോ ഒരുക്കുന്നത്. അപ്പോൾ 2 ഫിലോസഫിയോടെ വർക്ക് ചെയ്യുന്നത് രാഹുലെ. ഒന്നെന്ന് പറഞ്ഞാൽ ഫിയർ ഫാക്ടേഴ്സ്, 2 ഹോപ്പ് ജനറേഷൻ. ഇപ്പം രാഹുൽ കൈവിട്ട അവസ്ഥയിൽ ആ ഒരു ജ്യോതിഷനെ കാണാൻ പോകുന്നത്. അപ്പോൾ രാഹുൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നെ കാണാൻ വന്നു വെച്ചോ, ഞാൻ ജ്യോതിഷനല്ല, എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ രാഹുലിനോട് പറയാണ്, രാഹുലേ ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും, നമുക്ക് ശരിയാക്കാം. ഇതൊക്കെയല്ലേ ഉള്ളൂ പ്രശ്നം. നമുക്ക് കോൺടാക്ട്സ് ഉണ്ടോ, ഞാൻ കണക്ട് ചെയ്ത് തരാം, ശരിയാക്കി തരാം. എൻ്റെ റെഫറൻസ് ഉള്ള ജ്യോതിഷന്മാരോട് ഞാൻ കണക്ട് ചെയ്ത് തരാം. ഈ പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. രാഹുൽ കോൺഫിഡൻസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ രാഹുലിന് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ, വളരെ വലുതാണ്. രാഹുൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് 50% കയറി വരും. ബാക്കി 50% കണ്ടാൽ മതി. അതിന് പകരം ഞാൻ രാഹുലിനോട് പറയാണ്, മോനെ ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇതിലേക്ക് കൂടെ കടന്നു പോകുന്ന വളരെ ശ്രീരാമൻ്റെ ജാതകമാണല്ലോ, വനവാസമാണല്ലോ, ഇവിടെ എങ്ങും നിൽക്കില്ല, പോവും കേട്ടോ. കയ്യിലുണ്ടായിരുന്ന ജോലിയും പോയി, പ്രശ്നമാണല്ലോ, ഇതിന് ഇത്ര രൂപ ചിലവ് വരും. ഒരു പൈസ ഇല്ലാതിരിക്കുന്ന രാഹുലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ രാഹുൽ അടുത്ത ചിന്താഗതി പൂർണ്ണമായിട്ടും പേടിച്ച് ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ പറയുന്നതാണ് രാഹുലിൻ്റെ വേദവാക്യം. രാഹുൽ അപ്പം കോൺഷ്യസ് ലെവലല്ല. പക്ഷേ ഈ ശനിദശയുടെ സമയത്ത് ഏതെങ്കിലും പ്രേതബാധയും കൂടെ കൊടുക്കാണോ? അതെന്തുകൊണ്ടാണ്? അതും വേറൊരു കമേഴ്ഷ്യൽ സൈഡാണ് ഗുളികൻ എന്നറിയപ്പെടുന്നത്. ഗുളികൻ, ചൊവ്വാദോഷം, ശനി, ഇത് മൂന്നും പലരുടെയും എന്താ പറയുക കമേഴ്ഷ്യൽ ആയുധങ്ങളാണ്. നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷേ പല ആൾക്കാരും അത് നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ പറയും, നിങ്ങളുടെ ജാതകത്തിൽ ഗുളികൻ്റെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട്, ഞാൻ പ്രശ്നം വെച്ചപ്പോൾ ഒരു പ്രേതബാധയുണ്ട്, ഈ പ്രേതബാധയെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ അപ്പോൾ രാഹുൽ എന്താ പറയുക, രാഹുൽ എൻ്റെ അടുത്ത് വരുന്നത്, ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നത് ഒരിക്കലും കോൺഷ്യസ് ലെവലിലല്ല,
ഒരു ബോധമില്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. മാനസിക വിഭ്രാന്തിയോടെ പോകുമ്പോൾ പേടിപ്പെടുത്തലുകളായി, അടുത്ത പ്രേതബാധയായി. അപ്പോൾ രാഹുൽ എന്താ നോക്കും, മോനെ എൻ്റെ ചാർത്ത് ഒരു 2 ലക്ഷം രൂപ വരും, പക്ഷേ ഒരു 40,000 രൂപ എടുത്താൽ ഞാൻ റെഡിയാക്കി തരാം, 2-3 പൂജയേ ഉള്ളൂ. അപ്പോൾ പിന്നെ രാഹുലിൻ്റെ ആവശ്യം ഈ 40,000 രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് പല സോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് പ്രശ്നങ്ങൾ തീരുന്നവരുണ്ട്, തീരാത്തവരുമുണ്ട്. ജെന്യുനായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഇതൊരു പേടിപ്പെടുത്തുകളിൽ കൂടെയാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ പേടിക്കാതിരിക്കുക, നമ്മൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുള്ളതാണ്. നമ്മുടെ ജാതകത്തിനകത്ത് നിൽക്കുന്ന ഗ്രഹബലങ്ങൾ എന്തൊക്കെയാണ്, ആ ഗ്രഹബലം ഏതൊക്കെ ഗ്രഹത്തിൻ്റെ ബലം കൂട്ടിയാൽ നമ്മൾ എവിടെയൊക്കെ എത്തും, ഇപ്പം ഏത് ദശയാണ്, ആ ദശയുടെ അന്തർദശ എന്താണ്, പരീന്ദ്രദശ എന്താണ്, സൂക്ഷ്മദശ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ജ്യോതിഷനെ കണ്ട് സൊല്യൂഷൻ കാണുകയാണ് ഇവിടെ വേണ്ടത്, പേടിയല്ല വേണ്ടത്. പക്ഷേ ശനിക്കപ്പുറത്തേക്ക് വ്യാഴമാണ് നമ്മുടെ ഇത് രാശിയിലേക്ക് വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷം വരുന്നത്? ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കുറച്ച് പേർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയങ്ങളാണ് ശനിമാറ്റവും വ്യാഴമാറ്റവും. വ്യാഴമാറ്റം എല്ലാവർക്കും അറിയാം, ശുക്രൻ. യൂട്യൂബിൽ ഇപ്പോൾ ജ്യോത്സ്യന്മാർ അത് ആഘോഷിക്കുകയാണ്. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നല്ല ജ്യോത്സ്യന്മാർ നന്നായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വ്യാഴമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ശുക്രൻ അടിച്ചു എന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് ആർക്കാ പൈസ വേണ്ടാത്ത, എല്ലാവർക്കും വേണം. അപ്പോൾ വ്യാഴമാറ്റം വരുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ആ ഒരു മാറ്റം ഇന്ന രാശിയിൽ നിന്ന് ഇന്ന രാശിയിലേക്ക് പോകുമ്പോൾ നല്ലതാണോ മോശമാണോ തിരിച്ചറിയണം. നല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, പൈസ എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരും, ആ ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് ധനം വരും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷേ മോശമാണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻ എടുക്കാൻ പറ്റും. അവിടെ തിരിച്ചറിവില്ലാതെ ഒരു പേടിയോടുകൂടി ഒന്നിനെയും ബോധറിയാതെ പോകുന്നവരാണ് പല പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത്. നല്ലൊരു ജാതകമാണ്, നല്ലൊരു ഗ്രഹനിലയാണെന്നുണ്ടെങ്കിൽ വ്യാഴമാറ്റമാണെങ്കിലും ശനിമാറ്റമാണെങ്കിലും ഇവരൊന്നും ബാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ ഗ്രഹങ്ങളെല്ലാം ബലവാനാണ്. അപ്പോൾ ബലവാനെ നമ്മൾ നിത്യേന ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയും. പലരും ഈ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി പല സംഭവങ്ങളും ചെയ്യുന്നില്ലേ. അപ്പോൾ ഏതെങ്കിലും ജ്യോതിഷന്മാർ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ബുധദശയാണ്, നീ ബുധനെ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പല സംഭവവും മേടിച്ച് ഈ പറയുന്ന നവഗ്രഹ അമ്പലത്തിൽ പോയി ബുധനെ പ്രാർത്ഥിക്കും. ബുധനെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ വേഴമാറ്റം വരുന്ന സമയത്ത് നമ്മൾ വേഴനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. അത് എല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ. അതിലുപരി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സൊല്യൂഷൻ എടുക്കുക. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നറിയാമോ രാഹുലെ? ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവർ വിശ്വസിക്കുന്ന മഹാക്ഷേത്രങ്ങളിലൊന്നാണ്. ഗുരുവായൂരപ്പനെ പോയി കാണുക. ഗുരുവായൂരപ്പനെ പോയി കാണുകയും സമക്ഷം നമ്മൾ അവിടെ സമർപ്പിക്കുകയും ചെയ്യുക. എനിക്ക് ഇന്ന ദോഷങ്ങളുണ്ട്, ഇന്ന ദശാകാലങ്ങളുണ്ട്, എനിക്കൊന്നും അറിയില്ല. ഭഗവാനെ പൂർണ്ണമായിട്ടും സമക്ഷം കൊടുത്ത് സമർപ്പിച്ച് നമ്മൾ എന്താണോ ഒഴിഞ്ഞു വച്ചേക്കുന്നത് അവിടെ പൈസയായിട്ട് കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ദോഷങ്ങൾ മാറുമെന്നുള്ളതാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയാൽ മാറാത്ത ദോഷങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ കല്ലുപ്പ് ശനിയുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നത്? ശരിക്കും ടോക്സിക് റിമൂവ് ചെയ്യാനാണല്ലോ കല്ലുപ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ പുറമേ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടോക്സിക്കും പല നെഗറ്റീവ് എനർജികളും നമ്മുടെ ചുറ്റും ഉണ്ടാകും. ഒരു ഉപാസന ചെയ്യുന്ന ഒരാളോ അത്രയും ജപം ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ബാധിക്കില്ല. അല്ലാതെ സാധാരണപ്പെട്ട വ്യക്തികൾക്ക് 100% ബാധിക്കും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് റോക്ക് സാൾട്ടോ റെഡ് സാൾട്ടോ സാധാരണ കല്ലുപ്പോ ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. പിന്നെ വീട്ടിനകത്ത് നമ്മുടെ ഹോഴ്സ് ഷൂ കേട്ടിട്ടുണ്ടോ? അശ്വമേധങ്ങളെയാണല്ലോ എല്ലാവരും ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി കൊണ്ടുപോകുന്നത്. ഭാഗ്യവും സംരക്ഷണവുമാണ്. ഈ നമ്മുടെ മുൻപ് രാജാക്കന്മാരുടെ കാലത്ത് പോലും കുതിരപ്പടയാണ് ആദ്യം നിർത്തിയിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഹോഴ്സ് ഷൂ വീട്ടിലുണ്ടെങ്കിൽ അത് കുതിരലാടോ എന്ന് പറയും. ഒരു നെഗറ്റീവ് എനർജിയും വീട്ടിലേക്ക് വരില്ല. ഒരു ചെറിയൊരു നെഗറ്റീവ് എനർജി പോലും വീട്ടിൽ വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ നെഗറ്റീവ് എനർജിയും കൊണ്ട് വരികയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ ഇതിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ ഈ റോക്ക് സാൾട്ടിൻ്റെ ആവശ്യം പോലും വരില്ല. അതിലുപരി വീട്ടിൻ്റെ മെയിൻ കവാടത്തിൽ സ്വസ്തി കേട്ടിട്ടുണ്ടല്ലോ, 3 സ്വസ്തി കവചം എന്ന് പറയുന്നതിനകത്ത് തന്നെ അതിപ്രശസ്തന്മാരായ 3 പേര് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മഹാവിഷ്ണുവും മഹാദേവനും ഗണപതിയാണ്. ഈ 3 ഈശ്വര സങ്കല്പങ്ങളുള്ള സ്വസ്തിയിൽ ഒരു രീതിയിലുള്ള സ്വസ്തി മെയിനിൽ കൊടുക്കുന്ന സമ്പൽ സമൃദ്ധിയും ഈ പറയുന്ന അധികാരമാണ്. ഞാനിവിടെ ഉണ്ട് എന്നുള്ള അധികാരം. അപ്പോൾ മെയിൻ കവാടത്തിൽ സ്വസ്തി ഉണ്ടെങ്കിൽ ഒരു എനർജിയും വരില്ല. വരുമ്പം തന്നെ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് ഈ ഡോറിലെ നമ്മുടെ ഈ ലാടത്തിലേക്ക് വരുള്ളൂ.
ലക്ഷണത്തിലേക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോൾസിൻ്റെ പ്രസൻസ് വരികയാണെങ്കിലും ഇത് അകത്തേക്ക് വരില്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പൂർണ്ണമായിട്ട് ഒരാൾ അറിഞ്ഞിരുന്ന് അവരുടെ വീടുകളിൽ ഒരു കവചമായിട്ട് വെക്കേണ്ട സംഭവങ്ങളാണ്. നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്തോ നല്ലൊരു ദൈവജ്ഞൻ്റെ അടുത്തോ കാണാൻ നിയോഗം ഉണ്ടെങ്കിൽ ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഒരു രീതിയിലുള്ള പ്ലാനറ്റ്സിനെയും പേടിക്കാതെ സ്വയം തിരിച്ചറിവുകളോടുകൂടി മുന്നോട്ട് പോട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.